നമസ്കാരം. വിവാദങ്ങൾ ഇങ്ങനെ കൊടുമ്പിരി കൊള്ളവേ എമ്പുരാനിൽ ഇപ്പോൾ പല രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് മറ്റൊരു തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ പേജ് തുറന്നു കഴിഞ്ഞാൽ മുഴുവൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും വ്യത്യസ്ത തരത്തിലുള്ള പോസ്റ്റുകൾ. അതിൽ ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. അതെ, അതിപ്പോൾ അല്പം കട്ടിക്കാണെന്ന് മാത്രം പറയാതിരിക്കാൻ സാധിക്കില്ല. ഇന്ന് കണ്ട ഒരു പോസ്റ്റാണ് ഇത്തരത്തിൽ ഒരു BJP പ്രവർത്തകനാണ്. അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുള്ള ഒരു കുറിപ്പിൽ ഇപ്പോൾ അവസാനം പൃഥ്വിരാജിനെ IS ബന്ധമുണ്ടെന്ന് വരെ എത്തിയിരിക്കുകയാണ്. അതിന് ഉദാഹരണമായിട്ട് അദ്ദേഹം പറയുന്നത്, മുൻപ് പൃഥ്വിരാജ് ആടുജീവിതത്തിന്റെ ഷൂട്ടിന്റെ സമയത്ത് ഈ കോവിഡ് ടൈം ഒക്കെ ആയിരുന്നു. ആ സമയത്ത് ജോർദാനിൽ കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്റർവ്യൂലൊക്കെ തന്നെ അവിടെ കുടുങ്ങിയിട്ടുണ്ടായിരുന്ന സമയത്തെ കാര്യങ്ങളെ കുറിച്ചിട്ട് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഇത്തരത്തിൽ ഈ പറയുന്ന IS-ഉമായിട്ട് പൃഥ്വിരാജ് സംസാരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുമായിട്ട് ആശയങ്ങൾ കൈമാറിയിട്ടുണ്ട് എന്നുള്ള തരത്തിലേക്കൊക്കെ ഇപ്പോൾ പല രീതിയിലുള്ള വിദ്വേഷകരമായിട്ടുള്ള രീതിയിലേക്ക് ആളുകൾ കമന്റ് ചെയ്തു തുടങ്ങിയിരിക്കുകയാണ്. അതെ, ഇപ്പോൾ യുവമോർച്ചയുടെ അതായത് BJYM-ന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി K. ഗണേഷാണ് അങ്ങനെ ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ ആ പോസ്റ്റ് ആദ്യം തന്നെ ഒന്ന് പറയാം. അതായത് എമ്പുരാൻ സിനിമയുടെ സംവിധായകനും നടനുമായിട്ടുള്ള പൃഥ്വിരാജിന്റെ വിദേശ ബന്ധം അന്വേഷിക്കണം, ആദ്യത്തെ ആവശ്യം. അടുത്തതായിട്ടുള്ള ആരോപണം, ആടുജീവിതം സിനിമയുടെ ചിത്രീകരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ സിനിമകളിലൂടെ പ്രക്ഷേപണം ചെയ്യപ്പെടുന്ന ആശയങ്ങൾ തികച്ചും ദേശവിരുദ്ധമാണെന്നും കുരുതിയും ജനഗണമനയും എമ്പുരാനും വരെ എത്തി നിൽക്കുന്ന തീവ്രവാദ ആശയങ്ങളെ വെള്ളപൂശുന്ന കഥാപാത്രമാണെന്നും അതുകൂടാതെ ഇദ്ദേഹത്തിന്റെ ആടുജീവിതത്തിന്റെ ഷൂട്ടിങ്ങിനിടയിൽ ജോർദനിൽ കുടുങ്ങിയ സമയത്ത് അവിടെ ആരൊക്കെയുമായിട്ടാണ് സമ്പർക്കം പുലർത്തിയതെന്നൊക്കെ അന്വേഷിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൊറോണ സമയത്ത് അറേബ്യൻ ജീവിതത്തിനിടയിൽ IS ഉൾപ്പെടെയുള്ള ഭീകരവാദികളുടെ ആശയങ്ങളിൽ അദ്ദേഹം ആകർഷണമായിരിക്കാം, അതിന്മൂലമായിരിക്കും പൃഥ്വിരാജ് ഇങ്ങനെ ദേശവിരുദ്ധ ആശയങ്ങൾ സിനിമകളിലൂടെ പ്രചരിപ്പിക്കുന്നത്. ദേശീയ ഏജൻസികൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ദേശീയ ഏജൻസി ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു കഴിഞ്ഞാൽ സിനിമയും, ഞാൻ സ്പോയിലർ പറയല്ല, എന്നിരുന്നാൽ പോലും സിനിമയും റിയൽ ലൈഫും തമ്മിൽ പ്രത്യേകിച്ച് ബന്ധമൊന്നും തന്നെ കൂടുതൽ സാമ്യം വരികയുള്ളൂ. അതായത് സിനിമയിൽ പൃഥ്വിരാജ് എന്താണോ കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ചത്, എന്താണോ തൻ്റെ കഥാപാത്രങ്ങൾ കഥാതന്തു പോകുന്നത്, അതനുസരിച്ച് കൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൃഥ്വിരാജ് പറഞ്ഞു വെച്ചത് ശരിയാണെന്നല്ലേ ഗണേഷും പറയുന്നത്. അപ്പോൾ ഇതിൽ ഇത്രയധികം കുറ്റപ്പെടുത്തലുകൾ പൃഥ്വിരാജിന് ഏൽക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് ഖേദകരമാണ്. ഈ പറയുന്നത് പോലെ തന്നെ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നൊരു കാര്യമാണ്. അതായത് ചിലരെങ്കിലും ഈ സമയത്ത് ഓർക്കുന്നുണ്ടായിരിക്കും ശ്രീനിവാസൻ്റെ പഴയകാല സിനിമ സന്ദേശം. അതായത് ഇന്ന് സമൂഹ മാധ്യമങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇതുപോലുള്ളത് വിമർശന വിധേയമായി മാറുന്നത്, ക്രിട്ടിക്കലായി ഇതിനെ ചർച്ച ചെയ്യുന്നതും അതിൻ്റെ നെഗറ്റീവ് സൈഡിലേക്കൊക്കെ തന്നെ പോകുന്നത്. ഈ സമൂഹ മാധ്യമങ്ങളോ വലിയ ചർച്ചകളോ ഒന്നും തന്നെ ഇല്ലായിരുന്ന സമയത്ത് സന്ദേശം എന്നൊരു സിനിമ ഇറങ്ങി അന്ന് വലിയ തോതിൽ അത് ചർച്ചയാവുകയൊക്കെ ചെയ്തിരുന്നു. അതിൻ്റെ നിർമ്മാതാവ് അതിനെക്കുറിച്ചുള്ള ചില രസകരമായ കാര്യങ്ങൾ അന്ന് പറഞ്ഞിരുന്നു. ഭീഷണി ഉണ്ടായിരുന്നു, തിയേറ്ററിൽ അടിയുണ്ടാക്കുമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ പലതരത്തിലുള്ള ഭീഷണികൾ നേരിടേണ്ടി വന്നെങ്കിൽ പോലും സിനിമ തുടങ്ങിയതിന് ശേഷം അങ്ങനെ അവർക്ക് ബുദ്ധിമുട്ട് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും തന്നെ നേരിടേണ്ടി വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ വളരെ ഗുരുതരമായി തന്നെയാണ് കേരളത്തിലെ തന്നെ പ്രധാന 2 രാഷ്ട്രീയ പാർട്ടികളെ വലിച്ചു കീറിയതെന്ന് പറഞ്ഞാൽ ഒരു സംശയമില്ല. കാര്യം ഇന്നും റെലവൻ്റ് ആയിട്ടുള്ള പല സംഭവങ്ങളും ആ സിനിമയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിന്നും പ്രസക്തമാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ എമ്പുരാൻ എന്നൊരു സിനിമ, അതിൽ പൃഥ്വിരാജും മുരളി ഗോപിയും, ഇവർക്ക് 2 പേർക്കുമാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക്. മോഹൻലാൽ അഭിനയിച്ചു പോയി എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഈ പറയുന്ന സിനിമ 2ാം ഭാഗം ഇറങ്ങുന്നതിന് മുൻപ് തന്നെ അവർ പറഞ്ഞിരുന്നു ഇതൊരു 3 സീക്വലായിട്ടുള്ള കഥയാണ്, ഒരിക്കലും ഇതിൻ്റെ തുടർ കഥയല്ല, അല്ലെങ്കിൽ തുടർ കഥ തന്നെ ആയിരിക്കും മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ സ്റ്റീഫൻ നെടുമ്പള്ളി ആദ്യത്തേതിൽ മുണ്ട് മടക്കി കുത്തിയെങ്കിൽ 2ാമത്തേലും മുണ്ട് മടക്കി കുത്തു എന്ന് ആരും പ്രതീക്ഷിച്ച് സിനിമ കാണാൻ പോകണ്ട, ഇത് മറ്റൊരു പ്ലോട്ടായിരിക്കും ചിലപ്പോൾ കൊണ്ടുവരുന്നതെന്നുള്ള സൂചനകൾ നൽകിയിരുന്നു. പക്ഷേ അതൊന്നും മനസ്സിലാക്കാതെ ആളുകളുടെ ഒരു എക്സ്പെക്ടേഷൻ, ഓവർ എക്സ്പെക്ടേഷൻ തന്നെയാണ് ഒരു തരത്തിൽ ഈ സിനിമയിൽ ഇങ്ങനെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത്. സിനിമ നല്ലത് തന്നെയാണ്, സിനിമയെ മോശം പറയുകയല്ല. പക്ഷേ മുരളി ഗോപി തന്നെ പറഞ്ഞിട്ടുള്ള ഒരു വിഷയം ഉണ്ടായിരുന്നു. താൻ ജനിച്ചു വളർന്ന കാലം മുതൽ, അദ്ദേഹത്തിൻ്റെ വാക്ക് കടമെടുക്കുകയാണ്, ജനിച്ചു വളർന്ന കാലം മുതൽ ഈ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസിനെയും കാണുന്ന പോലെ തന്നെ സംഘപരിവാറിനെയും താൻ കണ്ടിട്ടുണ്ട്, സംഘ പ്രവർത്തകരെ കാണുന്നുണ്ട്, അപ്പോൾ RSS പ്രചാരകരെ കാണുന്നുണ്ട്. പക്ഷേ മലയാള സിനിമയിൽ എന്തുകൊണ്ട് 2012 മുൻപ് വരെ ഇതൊന്നും വ്യക്തമായി കാണിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവരെ പ്രതിപാദിച്ചിട്ടില്ല? കാരണം കേരള രാഷ്ട്രീയത്തിലെ ഒരു പ്രധാന കക്ഷികൾ അവരല്ല എന്നൊരു പക്ഷേ ഈ പറയുന്ന തിരക്കഥാകൃത്തുക്കളും നിർമ്മാതാക്കളും സംവിധായകരുമൊക്കെ തന്നെ ജനങ്ങളുടെ മനസ്സിലേക്കും തരികയാണ്. അപ്പോൾ എന്തുകൊണ്ട് അവരെ കൂടെ ഉൾക്കൊള്ളിച്ചുകൂടാ? ഇപ്പോൾ അതിനുശേഷം ഇങ്ങോട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 10-13 വർഷക്കാലമായി സിനിമകളിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് RSS ബന്ധവും BJPയുടെ ചില സൂചനകളും ഒക്കെ തന്നെ കൊടുക്കാറുണ്ട്.
അത് നെഗറ്റീവായിട്ടായിരുന്നാലും പോസിറ്റീവായിട്ടായിരുന്നാലും എല്ലാത്തിനെയും നമ്മൾ ആ ഒരു സെൻസിൽ തന്നെ എടുക്കണമല്ലോ. പൃഥ്വിരാജും പറഞ്ഞിരുന്നു 5 വർഷം മുമ്പ് താൻ എന്തുകൊണ്ട് കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റിനെയും മാത്രം ആ സിനിമയിൽ പരാമർശിച്ചു എന്നൊരു ചോദ്യം വന്നപ്പോൾ ഇന്ന് കേരളത്തിൽ, അന്നത്തെ കോൺടാക്സ്റ്റിൽ പുള്ളി പറഞ്ഞതാണ്, ഇന്ന് കേരളത്തിൽ എനിക്ക് പ്രധാനപ്പെട്ട 2 രാഷ്ട്രീയ കക്ഷികളായിട്ട് ഇവരെയാണ് തോന്നിയത്, അതുകൊണ്ട് അവരെ ഇതായിട്ട് എടുത്തു. അപ്പോൾ സിനിമ നിലവിൽ കേരളവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു വിഷയമാണ്. ഇന്ത്യ എന്ന ലെവലിലേക്കല്ല, ഇന്റർനാഷണൽ ലെവലിലേക്കാണ് പിന്നെ ഏറ്റവും അവസാനം കൊണ്ട് ചെന്ന് എത്തിക്കുന്നത്. ആദ്യം ഒന്നും തന്നെ ഇന്റർനാഷണൽ ലെവൽ കാണിക്കുന്നില്ലല്ലോ, ക്ലൈമാക്സിലാണല്ലോ റഷ്യയിൽ വന്ന് മോഹൻലാൽ ഇറങ്ങുന്നതൊക്കെ തന്നെ കാണിക്കുന്നത്. അപ്പോൾ അത് ഒരു പാൻ ഇന്ത്യൻ ലെവലിലേക്കൊന്നും തന്നെ പോകുന്ന, അതായത് കഥ പാൻ ഇന്ത്യൻ ലെവലിലേക്ക് പോകുന്ന രീതിയിൽ എത്തിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഇതിലങ്ങനെ എത്തിച്ചപ്പോൾ അതിൽ സംഭവിച്ചിരിക്കുന്നതെന്ന് പറയുന്നത്, ദേശീയ തലത്തിലേക്ക് എത്തുമ്പോൾ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുമായി ബന്ധപ്പെട്ട ചില സൂചനകളും രാജ്യത്തെ തന്നെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും ചില പ്രധാന സംഭവങ്ങളും ഒക്കെ ഉൾക്കൊള്ളിക്കണമെന്ന ആഗ്രഹം ഒരുപക്ഷെ മുരളി ഗോപിക്കും പൃഥ്വിരാജിനും ഉണ്ടായിരിക്കാം. പക്ഷെ അത് ഇങ്ങനെ തൊട്ടാൽ പൊള്ളുന്നൊരു വിഷയത്തിലേക്ക് കടത്തണമായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. അതുകൂടാതെ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ചയിൽ തന്നെ പറഞ്ഞതാണ്, ഏറെ റിസംബ്ലൻസ് ഉള്ള കുറേ കഥാപാത്രങ്ങൾ. ആ പേര് പോലും ശരി തന്നെയാണ്. ചെറിയൊരു ബാബയും ബാബുവും തമ്മിലുള്ള ഒരു വ്യത്യാസം മാത്രമേ അത് വരുത്തിയിട്ടുള്ളൂ. കേൾക്കുന്ന ആർക്കും മനസ്സിലാവുന്നതാണ്. എന്നാൽ ഇപ്പോൾ അതിനുശേഷം അത് ആരിലേക്കായിരിക്കും എത്തുന്നത് എന്നുള്ളതും വ്യക്തമായി തന്നെ അറിയാവുന്നതാണ്. അതൊരു എന്തായിരുന്നാലും നമ്മളിതിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ല. പക്ഷേ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ RSSന്റെ മുഖപത്രം ദ ഓർഗനൈസർ ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. വളരെ നിശിതമായി പൃഥ്വിരാജിനെ വിമർശിക്കുകയും മോഹൻലാലിനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന രീതിയിലാണ് ഈ ആർട്ടിക്കിൾ പുറത്തു വന്നത്. നമുക്കിപ്പോൾ അത് വായിക്കാനായി കിട്ടുന്നുണ്ട്. വൻ വരവേൽപ്പ് നേടുന്നുണ്ട്. ആദ്യ ഷോയ്ക്ക് ശേഷം ഇതൊരു വിനോദ ചിത്രമല്ല, പകരം ഇതൊരു രാഷ്ട്രീയ അജണ്ട മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ചിത്രമാണെന്നാണ് ഓർഗനൈസർ പറഞ്ഞു തുടങ്ങുന്നത് പോലും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വളരെ ഗുരുതരമായ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഗോദ്ര കലാപമല്ല കാണിക്കുന്നത്, ഗോദ്രാനന്തര കലാപമാണ് കാണിക്കുന്നത്. തൊട്ടടുത്ത ദിവസം നടന്ന സംഭവങ്ങളെ കാണിക്കുന്നുള്ളൂ. അതിന് മുൻപുണ്ടായത് എന്താണെന്ന് തുറന്നു പറയുന്നില്ല. അപ്പോൾ ഒരു പുകമറ അവിടെ സൃഷ്ടിക്കുന്നെന്നും ഒരു വിഭാഗം ആളുകളെ മാത്രം കരിവാരി തേക്കുന്നെന്നും ഒരു വർഗീയ അജണ്ട ഇതിന് പിന്നിലുണ്ടെന്നുമാണ് പറയുന്നത്. ഒരു പരിധിവരെ അത് ശരിയാണ്. കാരണം അതിന് മുൻപ് നടന്നത് സാധാരണ ജനങ്ങളിൽ എല്ലാവർക്കും ഇത് അറിയണമെന്നില്ല. എല്ലാവരും അഭ്യസ്തവിദ്യരാണെങ്കിൽ പോലും ഈ പറയുന്ന എല്ലാ കാര്യങ്ങളിലും അറിവുണ്ടാകണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ നമ്മൾ പറയുകയാണ്, ഈ 2002 നടന്ന സംഭവമാണ്. നമുക്ക് മാധ്യമപ്രവർത്തകർക്ക് പോലും പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ഓർമ്മ വരണമെന്നില്ല. അപ്പോൾ നമുക്കൊന്ന് റെഫർ ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഈ ഒരു വിഷയം വന്നപ്പോഴാണ് എല്ലാവരും ഗോദ്ര കലാപത്തെക്കുറിച്ചും അവിടെ എന്താണ് സംഭവിച്ചതെന്നും തൊട്ടടുത്ത ദിവസം നടന്ന വിഷയം എന്തൊക്കെയാണെന്നും എന്തിനാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നും, എന്നാൽ ഇത് ആ ഒരു വർഷം ആ ഒരു ആണ്ടിൽ മാത്രം സംഭവിച്ചതാണോ, ഇതിന് ആരൊക്കെയാണ് ഉത്തരവാദി, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ആളുകൾ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ സത്യാവസ്ഥ എന്ന് പറയുന്ന അവസാനത്തെ സംഭവമായിട്ട് നമുക്കതിനെ എടുത്തു പറയാവുന്നതാണ്. അതിന് മുൻപ് സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷവും അതിനു മുൻപും സമാനമായ പ്രശ്നങ്ങൾ ഇന്ത്യയിലും ഈ മേഖലയിലും പല മേഖലകളിലും ഒക്കെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. അത് വർഗീയ വിഷയങ്ങളായി മാറിയിട്ടുണ്ട്, രാഷ്ട്രീയ താല്പര്യങ്ങളുടെ മേളിൽ മാറിയിട്ടുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ അതിൽ ഒരു പകുതി വരെ കാണിക്കുക, പകുതി കാണിക്കാതിരിക്കുക, ഇങ്ങനെ ഒരു കാര്യമാണ് ഈ ചിത്രത്തിൽ ഉണ്ടായത് എന്നുള്ള വിമർശനമാണ് ഉയരുന്നത്. ഇനി കഥാതന്തുവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ അത് ആവശ്യമാണെന്നൊരു വാദം, എഴുത്തുകാരൻ്റെ സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞാൽ ശരി, ആയിക്കോട്ടെ. പക്ഷേ അത് എല്ലാം കഴിഞ്ഞു, കുറേ കാലം കഴിഞ്ഞ് മുറിവ് നീങ്ങിയതിന് ശേഷം വീണ്ടും അത് കുത്തി നോവിക്കുന്ന രീതിയിലുള്ളൊരു പ്രശ്നമാക്കി മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഉദാഹരണം പറയുകയാണ്. ഈ സിനിമ മനുഷ്യനെ സ്വാധീനിക്കുമോ എന്ന് ചോദിച്ചാൽ, വ്യക്തിപരമായി ഞാൻ സ്വാധീനിക്കില്ല, അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യമല്ലേ, ആശയം. പക്ഷേ അല്ല, ശരിക്കുള്ള വസ്തുത സ്വാധീനിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ എന്നെ ഒരു സിനിമ സ്വാധീനിച്ചിട്ട് ഞാൻ ആരെയും പോയി കൊല്ലാൻ പോകില്ല. കാര്യം എൻ്റെ ഒരു മനോനില വെച്ച് ഞാൻ അത് ആത്മപരിശോധന നടത്തും. അത് ചെയ്യുന്നത് ശരിയാണോ, അത് ചെയ്യുന്നത് തെറ്റാണോ. പക്ഷേ സിനിമ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ അങ്ങനെയുള്ള സിനിമകൾ ഇൻസ്പയർഡായി നമ്മൾ കണ്ടിട്ട് നമ്മൾ ജീവിതത്തിൽ രക്ഷപ്പെടും എന്ന് നിർബന്ധമൊന്നുമില്ലുണ്ട്. അങ്ങനെയില്ല. അപ്പോൾ ഇത് ഓരോരുത്തരുടെ മെൻറ്റാലിറ്റി അനുസരിച്ചാണ് മാറുന്നത്. സിമ്പിൾ ഉദാഹരണം പറയുകയാണ്. ഇതിന് മുമ്പ് ഇറങ്ങിയ ഒരു സിനിമയെക്കുറിച്ച് പറയുകയാണ്. ചാവ എന്നാണ് സിനിമയുടെ പേര്. കൃഷ്ണന്ത് കണ്ടിരിക്കും. അപ്പോൾ അതിനകത്ത് പറയുന്നത് സംഭാജി മഹാരാജനെ കുറിച്ചാണ്, അതായത് ഛത്രപതി ശിവജിയുടെ മകനെക്കുറിച്ച്. അപ്പോൾ ആ സമയത്ത് എന്തൊക്കെ സംഭവിച്ചുവെന്നും ശിവജിയുടെ മരണത്തിന് ശേഷം എങ്ങനെയാണ് അധികാരത്തിലെത്തിയെന്നും 10-30 വർഷത്തിനുള്ളിൽ എന്തൊക്കെ അവിടെ സംഭവിച്ചു, എന്തൊക്കെയായിരുന്നു ക്രൂര പീഡനങ്ങൾ, അതാണ് അവസാനം കാണിക്കുന്ന ചില സംഭവങ്ങൾ. ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം ഇന്നും കലാപം അടങ്ങിയിട്ടില്ല. ഇപ്പോഴും കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നാഗ്പൂരിൽ വലിയ തോതിൽ, നാഗ്പൂരിൽ നമുക്കറിയാവുന്നതാണ്, നമ്മുടെ നിതിൻ ഗഡ്കരിയുടെ മണ്ഡലമാണ്. നാഗ്പൂരിൽ ഇപ്പോഴും കാളിക്കത്തുകയാണ്. ഒരു തരത്തിലും പോലീസിനോ ക്രമസമാധാനം തിരിച്ച് പഴയപടിയാക്കാനോ ഒന്നും തന്നെ സാധിക്കുന്നില്ല. ഒരു സിനിമയുടെ ഇമ്പാക്റ്റ് ആണ്, അല്ലെന്ന് പറയാൻ സാധിക്കും. കല്ലറ പൊളിക്കാൻ നടക്കുന്നു. അപ്പോൾ കല്ലറ പൊളിക്കുന്നതിൽ ആഹ്വാനം ചെയ്തുകൊണ്ട് നിരവധി ആളുകൾ വരുന്നു. ശരിക്കു പറഞ്ഞാൽ ബഹുഭൂരിപക്ഷം ആളുകളും ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങിയപ്പോഴാണ്
ഇതായിരുന്നോ സംഭവമെന്ന് ചോദിച്ചുകൊണ്ട് വരുന്നത്. പക്ഷേ അതിന് മറ്റൊരു മാനമുണ്ട്. ഈ സംഭാജി മഹാരാജനെ കുറിച്ച് വിമർശന വിധേയമായി പറയുന്ന മറ്റ് ചില സംഭവങ്ങളുമുണ്ട്. അപ്പോൾ അതൊക്കെ ചരിത്ര രേഖകളിൽ പറയുകയാണ്. ഒരിക്കലും വ്യക്തിപരമായ അഭിപ്രായമായി ആരും കണക്ക് കൂട്ടണ്ട. മോശകരമായ ചില കാര്യങ്ങളും ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. എന്നിരുന്നാലും അദ്ദേഹം ഒരു ഭരണാധികാരിയായിരുന്നു, രാജ്യത്തിന് വേണ്ടി നിലകൊണ്ട ആളായിരുന്നു, ദേശീയത ഉറക്കെ പിടിച്ചൊരു വ്യക്തിയായിരുന്നു. നമ്മുടെ രാജ്യം ഇന്ന് പലരെ അതിനകത്ത് പറയുന്നത്, അതായത് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആവശ്യം മുന്നോട്ട് വെക്കുമ്പോൾ അദ്ദേഹം പറയുന്ന മറുപടിയാണ് ഏറ്റവും അധികം കയ്യടി നേടുന്നത്. കാണാത്തവർ ആ സിനിമ കാണുക, നല്ലൊരു സിനിമയാണ്, വിക്കി കൗശലിൻ്റെ സിനിമയാണ്. അപ്പോൾ അതും ഒരു സ്പോയിലറായിട്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ സിനിമ കാണുമ്പോൾ ഏവർക്കും മനസ്സിലാവുന്നതാണ്. അപ്പോൾ അതിലൊക്കെ തന്നെ നമുക്ക് ഊറ്റം കൊള്ളാൻ കഴിയുന്ന പല സീനുകളുമുണ്ട്. പക്ഷേ അതിൽ ഊറ്റം കൊള്ളുക എന്നുള്ളതല്ല, നമ്മുടെ പൂർവികർ ഇങ്ങനെ ആയിരുന്നു എന്നുള്ളത് ആലോചിച്ച് അഭിമാനിക്കുക എന്ന് പറയുന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അവിടെ നമ്മുടെ പൂർവികരെ വഴിതെറ്റിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ളവർ ശ്രമിച്ചല്ലോ, അങ്ങനെയുള്ളവന് ഇവിടെ സ്ഥാനമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കുമ്പോഴാണ് ഇത് വർഗീയപരമായി മാറുന്നത്. സെയിം സംഭവം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എമ്പുരാനും ഇതുപോലെ വഴി ഒരുക്കില്ല എന്ന് പൃഥ്വിരാജിന് എന്തെങ്കിലും ഉറപ്പുണ്ടോ? മുരളീഗോപിക്ക് ഉറപ്പുണ്ടോ? ഒരു വലിയ കലാപത്തിന് ഇതിന് മൂലം തിരികൊളുക്കേണ്ടി വന്നാലോ? എന്തെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ, അത് ഞാൻ പറയുന്ന ആരെങ്കിലും ഒരാൾ തുടങ്ങി വെച്ചാൽ മതി. ഈ പറയുന്ന പല കലാപങ്ങളും പല പ്രശ്നങ്ങളും ഒക്കെ ഇതുപോലെ തുടങ്ങി വയ്ക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വിഷയങ്ങളിലേക്ക് ഇത് നയിച്ചേക്കാം എന്നുള്ളൊരു ആവലാതി കൂടിയാണ് ഇതോടൊപ്പം പറയേണ്ടത്. കാരണം ഇത് പലരെയും വ്യക്തിപരമായും അല്ലാതെയും വേദനിപ്പിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണല്ലോ ഇത്രയും വിവാദം ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് മുതലെടുക്കാനായി മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കുകയാണ്. ഞാൻ പറയും, ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങി, ഈ സിനിമ ഇറങ്ങിയപ്പോൾ ഒരു സിനിമയെ സിനിമയായിട്ട് കാണുന്നില്ല, അതിൻ്റെ രാഷ്ട്രീയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ശരി, ആയിക്കൊള്ളട്ടെ. അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ഇത് മുതലെടുക്കാനായി ഇപ്പോൾ എതിർ രാഷ്ട്രീയത്തിലുള്ളവർ പല രീതിയിൽ കളിയാക്കുകയാണ്. അപ്പോൾ അത് രാഷ്ട്രീയ മുതലെടുപ്പിലേക്ക് മാറുകയാണ്. സിനിമയിൽ പറഞ്ഞതുപോലെ തന്നെ, സിനിമയിൽ പറയുന്ന ഒരു ഡയലോഗ് തന്നെ ഞാൻ പറയുകയാണ്, ഇതൊരിക്കലും മതങ്ങൾ തമ്മിലുള്ളൊരു യുദ്ധമോ അല്ലെങ്കിൽ ശത്രുതയോ ഒന്നും തന്നെയല്ല, ഇത് രാഷ്ട്രീയപരമായിട്ടുള്ളൊരു വിഷയമാണെന്ന് അത് എടുത്ത് പറയുന്നുണ്ട്. രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട്, അധികാരത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണെന്ന് പറയുന്നുണ്ട്. ശരിക്കും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനെ നന്നായിട്ട് മുതലെടുക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും കോൺഗ്രസും നന്നായി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ യാഥാർത്ഥ്യം പറയട്ടെ, ഇവരെയും വിമർശിക്കുന്ന ഒരു സിനിമയാണ്. അതിനെ ആ ഒരു തമാശ രൂപേണ അല്ലെങ്കിൽ സിനിമ വിനോദമായി തന്നെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. പക്ഷെ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് സംഘപരിവാർ നീക്കങ്ങളെയും BJP അജണ്ടകളെയും ഒക്കെ തന്നെ ചർച്ച ചെയ്യുന്ന, അല്ലെങ്കിൽ അതിൽ ചില സംശയങ്ങൾ മുന്നോട്ട് വിടുന്ന രീതിയിൽ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ കത്തിവെക്കേണ്ടി വന്നത്. ഇതിപ്പോൾ 17ഓളം ഭാഗങ്ങൾ കട്ട് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ അത് ആ സിനിമ കണ്ടിട്ടുള്ള സെൻസർ ടീമിനെ മുഴുവനായിട്ട് മാറ്റിയിട്ടുണ്ട്. പുതിയൊരു സെൻസർ ടീം കണ്ടതിന് ശേഷം മാത്രമായിരിക്കും ഇനി സിനിമ റിലീസിനെത്തുക. തിങ്കളാഴ്ച മുതൽ എത്തുക എന്നാണ് പറയുന്നത്. ഈ സമയത്ത് വേറൊരു കമന്റ് ഏറ്റവും കൂടുതലായിട്ട് കണ്ടിട്ടുള്ളതാണ് മോഹൻലാലിന്റെ, ഇതിൽ അഭിനയിച്ചിട്ടുള്ള മോഹൻലാലിന്റെ ലഫ്റ്റനന്റ് കേണൽ പദവി എടുത്തു മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട്. അദ്ദേഹം ഒന്നും ഇനി ആ സ്ഥാനത്തേക്ക് യാതൊരു തരത്തിലും അദ്ദേഹം ഡിസേർവ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ട്. അത് പറഞ്ഞിരിക്കുന്നത് വേറെ ആരുമല്ല, ഇപ്പം ഈ സിനിമയിൽ മോഹൻലാൽ അഭിനയിച്ചു. മോഹൻലാലിനൊരു പ്രത്യേകത ഉണ്ട്, അദ്ദേഹം വ്യക്തമായൊരു രാഷ്ട്രീയ സൂചനകളൊന്നും തന്നെ നൽകിയിട്ടില്ല. എന്നിരുന്നാലും സംഘപരിവാർ അനുകൂലികളെ സംബന്ധിച്ച്, BJP-കാരെ സംബന്ധിച്ച് തങ്ങളുടെ ആളാണ് എന്ന് നേരത്തെ തന്നെ ഏറ്റെടുത്തൊരു വ്യക്തിയാണ്. അപ്പോൾ മോഹൻലാൽ ആർക്കും അങ്ങനെ പിടികൊടുക്കാൻ ചർച്ചയായ ഒരു വിഷയമാണ്. പക്ഷെ എന്നിരുന്നാലും ആ ഒരു മോനെ വിളിയിൽ എല്ലാവരും അലിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മോഹൻലാൽ എന്തിന് ഈ ഒരു ചതി ഞങ്ങളിവിടെ ചെയ്തു, ഇങ്ങനെയാണ് ഫസ്റ്റ് ഡേ ഷോ കണ്ടിറങ്ങിയ സംഘപരിവാര അനുകൂലികളൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് തൊട്ടുപിറകെ ഈ ഒരു വിഷയം. അതിന് മുമ്പ് ഇനി കട്ടുവയ്ക്കാൻ പോണ സംഭവത്തിനെ കുറിച്ചൊരു കാര്യം പറയാം. ഇതിൽ ലൈക്കയ്ക്ക് ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ അവിടെ ദൈവത്തെ പോലെ എത്തി സംരക്ഷിച്ചത് ഗോപാൽജി ആണെന്ന് പറഞ്ഞ് അനുകൂലിച്ച ആളുകളാണ് ഇന്നും തിരിച്ച് കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗോകുലം ഗോപാലൻ അദ്ദേഹം ഇതിലേക്ക് കടന്നു വന്നത്, ഇത്രയും വലിയൊരു സിനിമ, വലിയൊരു പ്രൊജക്റ്റ്, മലയാള സിനിമയുടെ തന്നെ തലവര മാറ്റിമറിച്ചേക്കാം, അതൊക്കെ ശരിയാണ്, തലവര മാറ്റിമറിച്ചേക്കാവുന്ന ഹോളിവുഡ് സ്റ്റൈൽ മേക്കിംഗ് ഉള്ളൊരു പടം, പാൻ ഇന്ത്യൻ അല്ല, ലോകത്ത് തന്നെ ഏറ്റവും പ്രചാരം നേടാൻ സാധ്യതയുള്ളൊരു പടം. അപ്പോൾ അങ്ങനെ ഒരു സിനിമയ്ക്കകത്ത് ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ അത് സഹായിക്കേണ്ടത് നമ്മളൊക്കെ അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാനുഷിക പരിഗണന വെച്ചാണ് അദ്ദേഹം അവസാനം സമീപിക്കുന്നതും വേണ്ട പ്രതിസന്ധിയൊക്കെ പരിഹരിച്ചു കൊടുക്കുന്നത്. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും ഇപ്പോൾ വലിയ വിമർശനം വരുമ്പോൾ അത് അദ്ദേഹത്തെ കൂടി ബാധിക്കുന്ന ഒരു സംഭവമാണ്. അദ്ദേഹം തന്നെ കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ പറഞ്ഞതാണ്, ഞാനും മോഹൻലാലും മറ്റുള്ളവരെ വേദനിക്കാൻ ആഗ്രഹിക്കുന്നവരല്ല, അല്ലെങ്കിൽ മറ്റുള്ളവർ വേദനിക്കുന്നത് സഹിക്കാൻ കഴിയുന്നവരല്ല, ആരെയും വേദനിപ്പിക്കാതെ, എന്നാൽ അത് ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് എന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നതിനോടാണ് തങ്ങൾക്ക് താല്പര്യമെന്നാണ് ഗോകുലം ഗോപാലൻ പറഞ്ഞിരിക്കുന്നത്. മോഹൻലാൽ ഒരു പ്രതികരണവും പുറത്തുവിട്ടിട്ടില്ല. പൃഥ്വിരാജിൻ്റെ രാഷ്ട്രീയം എല്ലാവർക്കും അറിയാവുന്നതാണ്. പൃഥ്വിരാജ് തുറന്നു പറഞ്ഞിട്ടുള്ളതാണ്, ഒരു രാഷ്ട്രീയ പാർട്ടിയോടും കൂടുതൽ കൂറ് പുലർത്തുന്നില്ല, പക്ഷേ തനിക്ക് സ്വന്തമായ രാഷ്ട്രീയ നിലപാടുകളുണ്ട്, അതനുസരിച്ചുകൊണ്ടായിരിക്കും താൻ പ്രവർത്തിക്കുന്നതും അഭിനയിക്കുന്നതും, അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടമാണ്, അതിലൊന്നും തെറ്റില്ല. നിലപാടുകളുടെ പേരിൽ ഏറ്റവും കൂടുതൽ കല്ലെറി കൊണ്ടിട്ടുള്ളതും പൃഥ്വിരാജനാണ്, അതിന് സംശയമൊന്നും തന്നെയില്ല.
അഹങ്കാരി എന്ന് പറയുന്നെങ്കിലും അദ്ദേഹം അന്ന് പറഞ്ഞ പല കാര്യങ്ങളും ശരിയാണെന്ന് പിന്നീട് കാലം തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ഭാഗം നിൽക്കട്ടെ. മുരളി ഗോപിയുടെ കാര്യം പറഞ്ഞാൽ നമുക്ക് നന്നായി അറിയാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകളും കൃത്യമായ രാഷ്ട്രീയ ബോധം പകരുന്നത് തന്നെയാണ്. വേണമെങ്കിൽ കാണാം, വേണ്ടെങ്കിൽ കാണണ്ട, അത് തന്നെയാണ് പറയാനുള്ളത്. ഇപ്പോൾ ഈ പറയുന്ന കട്ട് വെച്ചിരിക്കുന്നു. RSSൻ്റെ തന്നെ ഒരു നോമിനി ഈ സെൻസർ ബോർഡിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് സന്തോഷ് എന്നാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം നൽകിയൊരു പ്രസ്താവന എന്ന് പറയുന്നത്, ഈ സിനിമ അദ്ദേഹം കണ്ടു. ഈ സിനിമ അദ്ദേഹം കണ്ടിട്ട് എല്ലാവരും സംഘപരിവാർ അനുകൂലികൾ ചോദിക്കുന്നത് എന്തുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞില്ല ഇങ്ങനൊരു വിഷയം ഇതിനകത്തുള്ളത്. അദ്ദേഹത്തിൻ്റെ ജോലിയാണ് ചെയ്തത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ദിവസേന ഇതുപോലെ പല സിനിമകളും കണ്ട് അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്തിരിക്കുകയാണ്. അതിനകത്ത് 2 കട്ട് വെച്ചിട്ടുണ്ട്. സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഒരു അക്രമം ഉണ്ടായ സംഭവത്ത് അത് കുറച്ചുകൂടി കട്ട് ചെയ്ത് മാറ്റി പതാകയുമായി ബന്ധപ്പെട്ട ദേശീയതയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം വന്നപ്പോൾ അതിനും ഒരു കട്ട് വെച്ചു. അല്ലാതെ മറ്റു കാര്യങ്ങളിൽ കട്ട് വെക്കണമെന്ന് തൻ്റെ പാനലിന് തോന്നിയിട്ടില്ല. തൻ്റെ വ്യക്തിപരമായ താല്പര്യം അടിച്ചേൽപ്പിക്കാനായി സെൻസർ ബോഡി സാധിക്കില്ല. ഇപ്പോൾ ഞാനൊരു BJP-കാരനാണ്, ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്, എൻ്റെ പാർട്ടി അപമാനിക്കുന്ന തരത്തിൽ ഒരു സിനിമ വരുന്നു, അല്ലെങ്കിൽ എൻ്റെ അപമാനിക്കുകയല്ല, എൻ്റെ പാർട്ടിയെ കളിയാക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെ പരാമർശിക്കുന്ന രീതിയിലോ ഒരു പടം വരുന്നു. അപ്പോൾ അതിനെ ഞാൻ എതിർക്കണം എന്ന് പറയുന്നത് ശരിയല്ല. അത് എല്ലാവർക്കും തോന്നിക്കഴിഞ്ഞാൽ അത് ഓക്കെയാണ് എന്നുള്ള നിലപാടാണ് അദ്ദേഹവും പറഞ്ഞത്. എന്തായിരുന്നാലും അദ്ദേഹത്തെ ഉടനെ അവിടെ നിന്ന് മാറ്റും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഈ പറയുന്ന 17 കട്ടും റേപ്പ് സീൻ അത് കുറച്ച് ക്രൂരമായൊരു സംഭവം തന്നെയാണ്. അത് ആ കഥ അത്രത്തോളം ഇമ്പാക്റ്റ് ആ കഥാപാത്രത്തിന് ചെലുത്തുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കി ചേരാൻ വേണ്ടിയിട്ടാണ് ആ സീൻ കാണിക്കുന്നതെങ്കിൽ പോലും അത് മോശകരമായി വരുന്ന ആ വില്ലനിലേക്കാണ്. വില്ലൻ്റെ പേര് ഉൾപ്പെടെ മാറ്റുകയാണ്. ബജ്റംഗി എന്ന പേര് മാറ്റുകയാണ്. ബജ്റംഗി എന്ന പേര് മാറ്റുന്നു. ഒപ്പം പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും മ്യൂട്ട് ചെയ്യുന്നു. അതുപോലെ ഈ റേപ്പ് സീൻ മാറ്റുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച ഈ സിനിമ ഇറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഗോകുലം ഗോപാലൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് 40 ലക്ഷം രൂപ ഇനി അധികമായി ഇതിനു വേണ്ടി ചെലവഴിക്കേണ്ടി വരും. കാര്യം കേരളത്തിലെ സകലമാന തിയേറ്ററുകളിൽ ഇത് മാറ്റേണ്ടി വരും. മറ്റ് തിയേറ്ററിലേക്കും ഇനി പുതിയ പതിപ്പായിരിക്കും ഇറക്കേണ്ടി വരുന്നത്. അത് പ്രത്യേകിച്ച് ഈ ടീമിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വലിയ തോതിലുള്ള ഭീമമായൊരു നഷ്ടം ഇതിലൂടെ വരുത്തി വയ്ക്കും. എന്നിരുന്നാലും 2 ദിവസം കൊണ്ട് 100 കോടി നേടുന്ന ഒരു പടമായി എമ്പുരാൻ മാറുകയും ചെയ്തു. അതിൽ ഏറെ അഭിനന്ദിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ഇപ്പോൾ ഈ ആർമി യൂണിഫോമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ രഘുനാഥാണ്, BJP-യുടെ മുതിർന്ന നേതാവ് രഘുനാഥാണ് ഈ ഒരു പരാമർശം നടത്തിയത്. രാജ്യത്തെ അപമാനിക്കുന്ന രീതിയിൽ, രാജ്യത്തെ ഭരിക്കുന്ന പാർട്ടിയെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിൽ ഒരു സിനിമയിൽ അഭിനയിച്ചു. അതിൻ്റെ പേരിലാണ് യൂണിഫോം. അദ്ദേഹം ടെറിട്ടോറിയൽ ആർമിയുടെ ഒരു പ്രതിനിധി എന്ന രീതിയിലാണ് അദ്ദേഹത്തിന് ഈ യൂണിഫോം നൽകി സൈന്യം ആദരിച്ചിരിക്കുന്നത്. നമ്മൾ വയനാടൊക്കെ തന്നെ അത് കണ്ടതാണ്. അദ്ദേഹം എത്തിയതും കാര്യങ്ങൾ വീക്ഷിക്കുന്നതൊക്കെ തന്നെ. അത് അദ്ദേഹത്തിന് കൽപ്പിച്ച് നൽകിയൊരു പദവി, അത് തിരിച്ചെടുക്കാനായി ആർക്കും തന്നെ അർഹതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം അങ്ങനെ മോശകരമായ ഒരു പ്രവൃത്തിയിലേക്ക് ഏർപ്പെട്ടിട്ടില്ല. ഇപ്പോൾ പത്മശ്രീ, നോബൽ പ്രൈസും ഒക്കെ നൽകുമ്പോൾ മോശകരമായ കാര്യങ്ങളിലേക്ക് ഇടപെട്ട് കഴിഞ്ഞാൽ അത് കേസിലോ മറ്റോ ഒക്കെ അകപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചെടുക്കുന്ന ഒരു വ്യവസ്ഥയുണ്ട്. ഇവിടെ അദ്ദേഹം മോശകരമായ ഒരു പ്രവൃത്തിയിലും ചെയ്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ജോലിയാണ് അദ്ദേഹം ചെയ്തത്. അത് വളരെ ഭംഗിയായി ചെയ്തിട്ടുണ്ട്. അഭിനയിക്കുക എന്നുള്ളതാണ്. മനോഹരമായി അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സീനുകളിൽ അദ്ദേഹത്തിനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇനി ഈ പറയുന്ന ആശയം അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള സിനിമകളിൽ ഇപ്പോൾ സംഘപരിവാറിനെ മോശമായി ചിത്രീകരിക്കുന്ന സിനിമകളിൽ അഭിനയിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് മോഹൻലാലിനെ വിലക്കാൻ പറ്റുമോ? ഇനി മറ്റൊരു കാര്യം ചോദിക്കട്ടെ, ഈ പറയുന്ന ഈ ബഹുമതി കൊടുത്തിരിക്കുന്നത് BJP അല്ലല്ലോ. BJP നൽകിയൊരു ബഹുമതി അല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ BJPക്ക് അത് തിരിച്ചെടുക്കാൻ സാധിക്കും. ഇതുപോലെ കമ്മ്യൂണിസ്റ്റ് നൽകുന്ന ഒരു ബഹുമതിയാണെങ്കിൽ അവർക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും. അല്ലാതെ ഇതിനെയൊക്കെ പൂർണ്ണമായി അങ്ങനെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് ഭയങ്കരമായ വർഗീയത ശരിക്കും ഇപ്പോഴാണ് വർക്കൗട്ട് ആവുന്നത്. സിനിമയ്ക്ക് ശേഷമാണ് ശരിക്കും വർഗീയത വർക്കൗട്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ ഒരു പരിധിവരെയെങ്കിലും തടഞ്ഞു നിർത്തണമെന്നുള്ളൊരു അഭ്യർത്ഥന കൂടിയാണ് ഒരു സിനിമ ആസ്വാദകൻ എന്ന രീതിയിൽ പറയുന്നത്. ഇതിൽ രാഷ്ട്രീയം മാറ്റി നിർത്തി തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. എന്നാൽ സിനിമയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യത്തോട് എനിക്ക് യോജിപ്പുമില്ല. മാറ്റാമായിരുന്നു. സ്ക്രിപ്റ്റിൽ ഒരുപാട് റീവർക്ക് ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെയും വ്യക്തിപരമായ ഒരു നിരൂപണം എന്ന രീതിയിൽ എനിക്കും പറയാനുള്ളത്. ഇതിലിപ്പോ വേറൊരു കാര്യം, ഗോകുലം ചിട്ടികളിൽ ED ഉടനെ എത്തുമെന്ന് പറഞ്ഞിട്ട് അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് വരുന്ന പൈസക്ക് ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ട് വേഗം വലിച്ചോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ധാരാളം ഒരു സ്ഥാപനത്തെ തകർക്കുന്നതിന് തുല്യമാണ് ഈ പ്രവൃത്തി ചെയ്യുന്നത്. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഗോകുലം ചിട്ടി നടത്തുന്നു. ഒറ്റയടിക്ക് ആളുകളെത്തി, അത് ഏത് ബാങ്കും ആയിക്കോട്ടെ, ഒറ്റയടിക്ക് ആളുകളെത്തി തങ്ങളുടെ നിക്ഷേപം പിൻവലിക്കുന്നു, ഇതുപോലുള്ള കാര്യങ്ങൾ പിൻവലിക്കുന്നു. അങ്ങനെ പോകുമ്പോൾ ആ സ്ഥാപനം തകർന്നു പോവുകയല്ലേ ചെയ്യുന്നത്. ശരിക്കും ഇതിലൂടെ ചെയ്യുന്ന ഒരു ആപത്ത് ഘട്ടത്തിൽ മലയാളം സിനിമയെ, അതായത് മലയാളികളൊക്കെ തന്നെ സ്വപ്നം കണ്ട ഒരു സിനിമയാണ്, ഇല്ല എന്ന് പറയാൻ സാധിക്കില്ല. ഇന്ന് കല്ലെറിയുന്നവരൊക്കെ തന്നെ ഇന്നലെ വരെ അത് കാണണമെന്ന് ആഗ്രഹിച്ചു നടന്നവരാണ്. അപ്പോൾ മലയാളികളുടെ സ്വപ്നത്തിന് വേണ്ടി കൂട്ടുനിന്ന ഒരു മനുഷ്യനെ ഇവരൊക്കെ കൂടി ചേർന്ന് തകർക്കുന്ന ഒരു പരിപാടിയാണ് ചെയ്യുന്നത്. ഒരിക്കലും ചെയ്യരുതെന്ന് മാത്രമേ പറയൂ. അത് ചെയ്യുന്നവർ വളരെ മോശകരമായി തന്നെയാണ് ആ സംഭവം ഉണ്ടാകുന്നത്. തങ്ങളുടെ വീട്ടിൽ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്നൊന്ന് ആലോചിച്ച് നോക്കുക.
ഒരാളൊരു വ്യവസായിയാണ്, പണമുണ്ട് എന്ന് കരുതി അവനെതിരെ എന്തും ചെയ്യാം എന്നുള്ളൊരു മനോഭാവം വെച്ച് പുലർത്തുന്ന ഒട്ടും തന്നെ ശരിയായിട്ടുള്ളൊരു മനോനില അല്ല എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. സിനിമയ്ക്കെതിരായി അഭിപ്രായങ്ങളുണ്ടോ, നിയമപരമായി സമീപിക്കാൻ മാർഗങ്ങളുണ്ട്. കേസ് കൊടുക്കാമല്ലോ, ധൈര്യമായിട്ട് കൊടുക്കാം, ചോദ്യം ചെയ്യാം, സെൻസർ ബോർഡിനെ ചോദ്യം ചെയ്ത് കേസ് കൊടുക്കാം. ഈ അഭിപ്രായത്തിനെതിരായിട്ടുള്ള അഭിപ്രായം പറയാം, ഈ നിലപാടുകൾക്കെതിരായിട്ടുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാം. അതിനൊരു പരിധിയുണ്ട്. നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മറ്റൊരാളുടെ മൂക്കിൻ തുമ്പ് വരെയാണ്. അതിനകത്തേക്ക് കയറിപ്പോൾ അധികാരം ആർക്കുമില്ല. അപ്പോൾ അതുകൂടി ഒന്ന് മനസ്സിലാക്കുക. ആവിഷ്കാര സ്വാതന്ത്ര്യം ഒരു ഭാഗത്ത് നിൽക്കുന്നു, എന്നിരുന്നാലും അത് മറ്റ് വിഭാഗങ്ങളെ, മതവിഭാഗങ്ങളെ ആയിരുന്നാലും രാഷ്ട്രീയ പാർട്ടികളെ ആയിരുന്നാലും ഒക്കെ തന്നെ വേദനിപ്പിക്കുന്നുവെങ്കിൽ അതിനെതിരെയും ശക്തമായി തന്നെ പ്രതികരിക്കാം. അതിന് സംശയം തന്നെയില്ല. അതിനുള്ള സ്വാതന്ത്ര്യവും നമ്മുടെ നാട്ടിലുണ്ട്. അതനുസരിച്ച് പ്രവർത്തിക്കുക, യുക്തിയോടുകൂടി പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമാണ്. 23 എന്താ ചേട്ടാ, ഞാൻ ഇടയ്ക്ക് നോക്കുമ്പോൾ 21 കണ്ടായിരുന്നു. എന്നിട്ടാണോ നീ നീട്ടി